മറ്റുവിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഹല്ലിം സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അഷ്റഫുൽ അൽക്ക് നബിയുന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി BMS നടത്തി വരുന്ന ഫെസ്റ്റിന്റെ മസാഫിന്റെ വേദിയിലാണ് ഈ ഒരുമിച്ച് കൂടിയതിന് അതിനൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്നെനിക്ക് നിങ്ങളുമായി സംഭവിക്കാനുള്ള വിഷയം അഹിമ്മത്തുൽ റബഹ അഥവാ സൂക്ഷ്മ ജീവിതത്തെ കുറിച്ച് ഞാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഹൽനാ മിൻഹും അഹിമ്മത യഅതൂന ബിഅംരിനാ ലമ്മാ മദദു കാനൂ ബിആയാതിനാ യൂഖിനൂൻ. സദഖല്ലാഹുൽ അലീയുൽ അസീം. ഓരോ കാലഘട്ടത്തിലും ഇസ്സത്തിനെ നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഇസ്സത്തിനെ നയിക്കാൻ ഓരോരോ ലീഡർമാരെ നയിച്ചിട്ടുണ്ട്, ഓരോരോ ലീഡർമാരെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇമാമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്. ഹിജ്റ 180 ജനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഓരോ മുജദ്ദിദിനെ നിർമ്മിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഓരോ മുജദ്ദിദിനെ ഉണ്ടാക്കും. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ മുജദ്ദിദ് ആരെന്നറിയോ? രണ്ടാമത്തെ മുജദ്ദിദാണ് ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഷ്റഫുൽ അൽക്ക് നബിയുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ സ്വഹാബാ, നിങ്ങൾ ഖുറൈശികളെ ആദരിക്കണം, നിങ്ങൾ ഖുറൈശികളെ ആദരിക്കണം. അലിമുൻ ഖുറൈശി യമുലഹു തിബാഖൽ അർശി. ഓ സ്വഹാബാ, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതന്റെ ഹിലമുണ്ട് ലോകത്തൊന്നാകെ നിറക്കപ്പെടും. അങ്ങനത്തെ ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആരാണെന്നറിയോ പണ്ഡിതൻ? 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി. അങ്ങനത്തെ ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആരാണെന്നറിയോ എൻ്റെ ചെറുപ്പക്കാരാ? ആരാണെന്നറിയോ? ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സായപ്പോൾ ഇമാം മാലിക് ഇമാമിന്റെ മുഹത്ത എന്ന ഗ്രന്ഥം മനഃപാഠമാക്കി. 20 വർഷകാലമാണ് ഭാഷ മനസ്സിലാക്കാൻ 20 വർഷമാണ് സമയമെടുത്തത്. ഫലസ്തീനിൽ യതീമായി കൊണ്ട് വളർന്ന ഷാഫി ഇമാമിന് 2 വയസ്സായപ്പോൾ തൻ്റെ പെറ്റ ഉമ്മ മക്കത്തേക്ക് കൊണ്ടുപോകുകയാണ്. മക്കത്ത് നിന്നാണ് ഖുർആൻ പഠിച്ചത്, ഷാഫി ഇമാമിന്റെ മുഹത്ത എന്ന ഗ്രന്ഥം പഠിച്ചത്. അങ്ങനെ 13 വയസ്സായപ്പോൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് കൊണ്ടുപോകുന്ന വിവരം, തന്റെ ഉമ്മ മക്കത്ത് നിന്ന് മദീനത്തേക്ക് കൊണ്ടുപോകുകയാണ്. ആ വിവരം ഷാഫി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഷാഫി റളിയല്ലാഹു അൻഹു അതറിഞ്ഞപ്പോൾ ഷാഫി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, മാലിക് ഇമാം ദർസ് നടത്തുന്ന എവിടെന്നറിയോ? മദീനത്ത് ഷാഫി ഇമാമിന് ദർസ് ഓതാൻ താല്പര്യമുണ്ട്. മദീനത്താണ് മാലിക് ഇമാം ദർസ് എടുക്കുന്നത്. അവിടെ പോയിട്ട് ദർസ് ഓതാൻ ഷാഫി ഇമാമിന് അതിയായ താല്പര്യമുണ്ട്. പക്ഷേ ഷാഫി ഇമാം ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് ഓതാൻ പറ്റുമോ എന്ന ഷാഫി ഇമാമിന് ഭയങ്കര അധികം സംശയമായിരുന്നു. അങ്ങനെ മക്കത്തെ രാജാവിന്റെ അരികിൽ പോയിട്ട് മക്കത്തെ രാജാവിനോട് പറഞ്ഞു, എനിക്കവിടെ പോയിട്ട് ദർസ് ഓതണം. കാരണം പറയുന്നത് ആരാണ് കാരണം പറയുന്നത്? 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കിയവരല്ലേ. അങ്ങനത്തെ കാരണം പറഞ്ഞപ്പോൾ ഷാഫി ഇമാം മാലിക് ഇമാമിന്റെ അരികിലേക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. അങ്ങനെ ഷാഫി ഇമാമിന്റെ അരികിൽ ആ ലെറ്റർ കൊടുത്തപ്പോൾ മാലിക് ഇമാം പറഞ്ഞു, എന്തിനാണ് എനിക്കൊരു ലെറ്റർ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കൊരു ലെറ്ററിന്റെ ആവശ്യമില്ല, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു.
നമ്മളുടെ ഇമാമുമാരൊക്കെ അങ്ങനെ മാതൃകയായവരാണ്. നാഥൻ അവരുടെ പാത പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും പറഞ്ഞോടെ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.